ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കുഞ്ഞാറ്റ വാലൂസ് വേൾഡ്. അപ്പൊ ഗൈസ് ഇന്ന് ഒരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ആണ്. അതെ, ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്, സൺഡേ വ്ളോഗാണ്. അപ്പൊ നമ്മുടെ കുക്കുമോൻ ഇവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞാറ്റ. അപ്പൊ ഗൈസ് ഇനി എനിക്ക് കാറ്റീസ് ഉണ്ട്. സൺഡേ ആയതുകൊണ്ട് കാറ്റീസ് ഉണ്ട്. അപ്പൊ ഞാൻ രാവിലെ തന്നെ എണീറ്റു ഗൈസ്. ഞാനൊരു 7 മണിക്കായപ്പോൾ ഞാൻ എണീറ്റു. പിന്നെ നമ്മൾ കുക്ക് എത്തിയിട്ട് നോക്കണം ഇങ്ങനെ കഴുത്ത് വെച്ചിട്ട്. അപ്പൊ ഇനി ഞാൻ പല്ലേച്ച് കുളിച്ച് ഞാൻ പള്ളിക്ക് പോവട്ടെ, ഫുഡ് കഴിക്കണം. പിന്നെ അപ്പൊ ഗൈസ് മമ്മേനെ കാണിച്ചിട്ട് അതിന്റെ ഇടയിൽ കുറെ കമന്റുകൾ ഞാൻ വായിച്ചായിരുന്നു. മമ്മ സന്തൂർ മമ്മിയാണ്, ക്യൂട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ഇങ്ങോട്ട് ചാടണേ. അപ്പൊ അങ്ങനെ കാണിക്കല്ല, ഞാൻ കമന്റ് വായിച്ചായിരുന്നു. ഇതൊക്കെ ഞാൻ എന്നും കേൾക്കണം എന്നൊക്കെയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഇപ്പൊ പുറത്ത് പോയാലും സ്കൂളിൽ പോയാലും ഒക്കെ ഇത് തന്നെയാണ് പറച്ചില്. മമ്മ ചേച്ചിയാണോ, ചിലപ്പോ കടയിലൊക്കെ പോകുമ്പോ ചേച്ചിയാണോ എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പൊ ഞാനിത് കുറെ കേട്ടിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ മമ്മ ഇരിക്കുന്നു. നമ്മുടെ കുഞ്ഞച്ചന്റെ കുറച്ച് കലാവിരുതുകളാണ് അവിടെ ഒട്ടിച്ചിരിക്കുന്നത്. അയ്യോ, ഇത് കുഞ്ഞ് പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് ട്രീ. ഇതിന്റെ വീഡിയോ ഒക്കെ അവരുടെ ചാനലില് ട്രിപ്പിൾ K വ്ളോഗ്സിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങളെല്ലാവരും പോയി കാണണം. ഇത് പിന്നെ കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചരണത്തിൽ. പിന്നെ നമ്മുടെ കുക്കുമോൻ ഇവിടെ കിടക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഫോൺ കടിക്കണ നോക്കിയേ. ഗുഡ് മോർണിംഗ്. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞാറ്റ. കാണണം, ഇതിന്റെ വീഡിയോസ് ഒക്കെ കാണണം. ശരി ഇറങ്ങി. അച്ചു ഫുട്ബോൾ കളിക്കാൻ പോവാ അല്ല അച്ചു? പൈസ 200. അപ്പൊ അച്ചു പാലക്കാട് പോവാ. ടാറ്റാ, ജയിച്ചിട്ട് വന്നോളൂ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലിയും പിന്നെ ചട്നിയും. ഇഡ്ഡലി അത് കൂടെ കഴിഞ്ഞിട്ട് ഭംഗിയുണ്ട്. അപ്പൊ ഞാൻ ഞാൻ ഇനി പള്ളി പോവുകയാണ്. പൈസ ഉണ്ടോ? 20 രൂപ. നമ്മളെ 20 രൂപൻ്റെ ആ ബാഗിൽ. മാളുവിന് ഇനി പള്ളിയിൽ പോകാൻ വളരെ എളുപ്പമാണ് ഗൈസ്. തൊട്ടപ്പുറത്തെ പള്ളി. അമ്മച്ചി സാരി ഒന്നും മാറാണ്ടിരിക്കുക പള്ളിയിൽ പോയി വന്നിട്ട്. അതെ, ഇതൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. 1 million ആയിട്ട് അമ്മേനെ കാണിച്ചപ്പോ അമ്മച്ചീനെ വേണ്ട. അങ്ങനെ ഒരു കമന്റ് ഉണ്ട്. അമ്മച്ചീനെ വേണ്ടേ, മമ്മേനെ കാണിച്ചപ്പോ ഇപ്പൊ എന്താ അമ്മച്ചീനെ വേണ്ടാതായോ എന്നൊരു കമന്റ് വന്നത്. എന്താണ് അമ്മച്ചിയുടെ അഭിപ്രായം? 1 million തലേ ദിവസമാണ് അറിഞ്ഞത്. പിറ്റേ ദിവസം അപ്പന്റെ പരിപാടിയായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞായിരുന്നു അന്ന് കേക്ക് മുറിക്കാനായിട്ട്. അപ്പൊ അവിടെ വന്ന എല്ലാവരും ഇല്ല. എന്റെ ചേട്ടത്തിനിക്കുള്ള, അതായത് അപ്പം മരിച്ചിട്ട് അപ്പന്റെ കുർബാന ചെല്ലിക്കലായിരുന്നു. അപ്പൊ കുർബാന ചെല്ലിക്കണാണ് എല്ലാവരും വൈറ്റ് കളർ ചുരിദാറും വൈറ്റ് സാരി കൊടുത്തിരുന്നത്. നമ്മൾ 1 million സെലിബ്രേഷന് വേണ്ടിയിട്ട് അങ്ങനെ വൈറ്റ് ഇട്ടതല്ല. പള്ളിയിൽ കുർബാന കഴിഞ്ഞ് അച്ഛൻ്റെ വീട്ടിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ നമ്മുടെ വീട്ടിൽ കൂടി. അപ്പൊ കേക്കൊക്കെ കട്ട് ചെയ്തു അല്ലേ. അപ്പൊ അമ്മച്ചിയാണെങ്കിൽ അമ്മച്ചിയുടെ ചേച്ചി അനിയത്തിമാരെയൊക്കെ കണ്ടപ്പോൾ നമ്മളെയൊക്കെ മറന്ന് കേക്ക് കൂടെ കട്ട് ചെയ്യണതൊന്നും അമ്മച്ചി നോക്കണില്ലേ. അവിടെ അപ്പുറത്ത് ഭയങ്കര ബിസി. അത് തന്നെ ആ വീഡിയോയില് ഓരോ കാര്യങ്ങൾക്ക് വിളിക്കുമ്പോ പിന്നെ താണ്ടെ ക്യാമറമാൻ ഇവനായിരുന്നു. നീ എന്താണ് അമ്മച്ചിനെ എടുക്കാഞ്ഞ്? കേട്ടോ ഞങ്ങളെല്ലാവരും വെള്ള സാരി എടുത്തിട്ടൊക്കെ നിന്നിരുന്നത്. അപ്പൊ കേക്ക് മുറിക്കേണ്ട സമയത്തൊക്കെ ഞാൻ നിന്നിരുന്നു. പിന്നെ തിരക്കായപ്പോ അവരിലൊക്കെ വിളിച്ചപ്പോ ഞാൻ അവിടുന്ന് അവർക്ക് ഓരോ സാധനങ്ങൾ എടുത്തു കൊടുക്കാനായിട്ട് മാറിപ്പോയ സമയത്താണ് നിങ്ങൾ കണ്ടത്. അമ്മച്ചി ഫാൻസിന് വശമായി അമ്മച്ചിനെ കാണാതെ ഇപ്പൊ. അപ്പൊ അങ്ങനെയാണ് സംഭവിച്ചത്. കാണേണ്ടത് ഫേസ് റിവീലിംഗ് ആന്റീന്റെ ആയിരുന്നു. അപ്പൊ ഞാൻ ആന്റീനെ ഫോക്കസ് ചെയ്തത്. അതാണ് മെയിൻ. നിങ്ങൾ കാണാത്ത ഒരാളാണല്ലോ അന്ന് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അവളെ ഫോക്കസ് ചെയ്തിട്ടാണ് വീഡിയോ പിടിച്ചിരുന്നത്. അപ്പൻ്റെ
41ന്റെ ദിവസമല്ലായിരുന്നു. അങ്ങനൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. എൻ്റെ വീട്ടിൽ 41 കഴിഞ്ഞപ്പോൾ 2 ദിവസം നിന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നോളൂ. അപ്പോൾ ഗൈസ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ ബീഫാണ് കറി വെക്കണേ. എന്തിട്ടാണ് നമ്മൾ വെക്കണേ? ബീഫ് കായാണ്. ബീഫും കായാണ് ഇട്ടിട്ട് വെക്കണത്. കണ്ട ബീഫൊക്കെ ഇവിടെ സെറ്റ് കഴുകി മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കുരുമുളക് പൊടി. അപ്പൊ എല്ലാം കൂടെ ഇങ്ങനെ പിന്നെ അമ്മച്ച് കൊള്ളി നന്നാക്കുന്നുണ്ട്. കൊള്ളി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഈ ഇറച്ചിയിലിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയിട്ട് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരടി അടിക്കുമ്പോ അതെടുക്കാം. അപ്പൊ ആ ഒരു ഇറച്ചിയുടെ സ്മെല്ലും പിന്നെ എരിവും അതങ്ങനെ വെന്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉള്ളിയുടെ സവാളയുടെ തൊലിയും അതൊക്കെ എടുത്ത് വെക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസൊക്കെ ഇടാൻ അല്ലേ? റോസയ്ക്ക് നല്ലൊരു വളം. അതേനാ കായ അതിലിടാളതാട്ടോ. ഇത് നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്ക്. എന്തൊട്ടാ ടേസ്റ്റ് എന്നറിയാം. അത് ബീഫ് കറി വെക്കണേല് വെറുതെ മറ്റേ കൊള്ളി ഇട്ടിട്ട് പുഴുങ്ങും. കുക്കറിൽ അടിക്കുമ്പോഴേ ജസ്റ്റ് ഒന്ന് അതിലിടും. അപ്പോൾ ആ ഒരു എരിവും ആ ഒരു ബീഫിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കൊള്ളിക്ക് വരും. ഇടയ്ക്ക് കൊള്ളിയൊക്കെ കിട്ടുമ്പോൾ ചെയ്യാറുണ്ട് അല്ലേ? മാളുവിന്റെ ഷൂ ഇരിക്കണുണ്ടോ? അവള് എന്താ പറയാ ആകെ ഇങ്ങനെ അഴുക്കായാലും കഴുകില്ല. ആ കഴുക്ക് പിടിച്ചിരിക്കാൻ ഇത് കഴുകണം. അവൾക്ക് ഇന്ന് ഡാൻസിന്റെ ഷോർട്സ് ഒക്കെ എടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവള് പള്ളിയിൽ പോയി വരുമ്പോഴേക്കും ഇതൊന്ന് വൃത്തിയാക്കി വെക്കണം. പെട്ടെന്നായ കാരണം കഴുകാനൊന്നും പറ്റില്ല. പക്ഷെ ഫ്രണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചേച്ചിക്ക് ഈ ഷൂ കഴുകാൻ മടിയാണ്. അപ്പോൾ എൻ്റെ ആൻറ്റി കഴുകി വൃത്തിയാക്കി ഇവിടെ ഇപ്പോൾ വെയിലിൻ്റെ അടുത്ത് വെച്ചേക്കാണ്. അപ്പം ഞാൻ പോകണത് മാലിച്ച് കുർബാനയ്ക്ക് പോയിട്ട് അവിടെ പഠിക്കാനോ മാർജിക്ക്. പിന്നെ ഞാൻ എൻ്റെ പപ്പേൻ്റെ കൂടെ പള്ളിയിലേക്ക് പോകണം പ്രാർത്ഥന എത്തിക്കാൻ. അപ്പോൾ ഞാൻ പോയിട്ട് കുറേ നേരം പോകുമ്പോൾ അപ്പോൾ ഞാൻ കുറേ നേരം കഴിയുമ്പോൾ വന്നിട്ട് കാണാം ചാച്ച. ഗൈസ് കുഞ്ഞാറ്റ പണിങ്ങിരിക്കുകയാണ്. ഗൈസ് എന്തിനാ കുഞ്ഞാറ്റ പണിയത്? കുഞ്ഞാറ്റെ അയ്യോ കുഞ്ഞാറ്റ ശരിക്കും പണിങ്ങിട്ടാ. ഇനി എന്റെ കാണിക്കാണല്ലോ. ഞാൻ ടാബ് വായോട്ടാ തരാൻ പോ. ടാബ് തരാണ്ടാ. ഇവിടത്തെ കുഞ്ഞു ഉണ്ണികൾ തമ്മിൽ പിണങ്ങി. ഇവനാണ് ഏറ്റവും ചെറിയ ഉണ്ണി. പിന്നെ അടുത്ത ഉണ്ണിയാണ് ഇവള്. ഹെൽമെറ്റ് താഴെ പോട്ടെ. അമ്മച്ചി സ്പെഷ്യൽ കൊള്ളി. അമ്മച്ചി സ്പെഷ്യൽ കൊള്ളിയാണിത്. ബീഫ് വേവിക്കണ കൂടിയിട്ട് വേവിച്ച എരിയണു തിന്നിട്ടിലേക്ക് ഇതിങ്ങനെ കറിയിൽ കൂടി ഞാൻ പള്ളി വിട്ട് വന്നോളോ. കുഞ്ഞിന്റെ പള്ളി വിട്ട് വന്നു വെറുതെ നടക്കാം. കുക്കുന് ഉറക്കം വന്നിട്ടിരിക്കണുണ്ട്. ആൽഫിത നല്ല കുട്ടിയായിട്ട് പള്ളിയിലൊക്കെ പോയി. എന്തിനാ? നമ്മളിപ്പോ പള്ളി വിട്ട് വന്നു. ഇപ്പൊ ഇനി ഞാൻ ഡാൻസ് കളിക്കാനാണ് പോകുന്നത്. ഡാൻസിന് പോകുന്നു. അപ്പോൾ ഡാൻസ് കളിക്കാനാണ് പോകുന്നത്. കാരണം ഞാൻ കുറച്ച് കുട്ടികളുണ്ട്. കാരണം നമ്മൾ ശോഭാസിറ്റിയാണ് പോകുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്കും ഞാൻ കരിഞ്ഞുണങ്ങി കരിക്കട്ടയാവും ചിലപ്പോൾ. വെയിൽ നല്ല പണിയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കുട്ടി കുറച്ചല്ല കുറച്ചധികം തോന്നുന്നുണ്ടോ? അത് കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ അത് ഇതാവും. സുഖം വിചാരിക്കും. അപ്പോൾ നമുക്ക് പോവാം. അമ്മച്ചോട് പോകാൻ പറഞ്ഞിട്ട് വാ. അങ്ങനെ ഗൈസ് ഈവനിങ് ആയപ്പോൾ നമ്മൾ ശോഭ സിറ്റിക്ക് പോകുന്നു. കാരണം എനിക്ക് ഇവിടെ 2-3 ഡാൻസ് റീൽസ് എടുക്കാനുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ ഡാൻസ് സ്കൂളിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരി ശ്രീകുട്ടി, അവളെ ഞാൻ 1-2 വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്, അറിയായിരിക്കും. അപ്പോൾ അവളും ഞാനൊക്കെ കൂടി ഡാൻസ് കളിക്കാൻ വേണ്ടി ശോഭ സിറ്റിക്ക് വന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവർ അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ അമ്മയും ശ്രീകുട്ടിയും പിന്നെ കാവ്യാൻ്റി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുഞ്ഞാറ്റിക്ക് കോട്ടൺ ക്യാൻഡി വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് അത് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണാനുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് 2 പേരെ ഞാൻ കണ്ടു, 2 കുട്ടീസിനെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി നമുക്ക് ഒരു റീൽസ് എടുത്താലോ എന്ന് പറഞ്ഞ് അവർ വന്നു. അപ്പോൾ ഞങ്ങൾ തട്ടിക്കൂട്ടി ഒരു റീൽസൊക്കെ എടുത്തു. നോക്ക്
പിന്നെ ഞാനും ശ്രീകുട്ടിയും കൂടെ ഡാൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കുറേ നേരം നിന്നിട്ട് പിന്നെ 2-3 ജോഡി ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്നിട്ട് ഇവിടെ സ്ഥലം ഉണ്ടല്ലോ, മാളല്ല, അത് കാരണം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഡാൻസ് കളിക്കാമല്ലോ, ഒരേ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് കളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ചിരി കൊടുക്ക്. അങ്ങനെ ഞങ്ങൾ ഡാൻസ് കളിച്ച് പ്രാക്ടീസ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അന്നമ്മേനെ കണ്ടത്. അന്നമ്മയും പിന്നെ തക്കുടും പിന്നെ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു, അന്നമ്മയുടെ അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. 3 പേരും കൂടെ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ്. അന്നമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര നാണം. അപ്പോൾ അങ്ങനെ കണ്ടു ഞങ്ങൾ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ പോയി. പിന്നെ ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാളിൻ്റെ അകത്തേക്ക് കയറി. ഞങ്ങൾ രണ്ടുപേരും ഒരേപോലത്തെ ഒരു ക്രോപ്പ് ടോപ്പ് പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടുപേരും ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാളിൻ്റെ അകത്തേക്ക് പോകണം. പിന്നെ ഗൈസ് ഇതാണ് ഞങ്ങൾ രണ്ടുപേരും വാങ്ങിച്ച ആ ഒരു ക്രോപ്പ് ടോപ്പ്. അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ചേഞ്ച് ചെയ്തു. ഇനി ഇതിട്ടിട്ട് 2-3 ഡാൻസും കൂടെ കളിക്കണം. പിന്നെ നമ്മുടെ വാലന്റൈൻസ് ഡേ ഒക്കെ വരില്ല, അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ശോഭാചരിയുടെ ബാക്കിലായിട്ട് ലവ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് തൃശ്ശൂരുള്ളവരെല്ലാവരും പോയിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ പോസ്റ്റൊക്കെ ഇടാം വാലന്റൈൻസ് ഡേയുടെ അന്ന്. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ഡാൻസും കൂടെ എടുത്തു. പിന്നെ സത്യം അറിയാലോ, ഡാൻസ് ഒക്കെ വെച്ച് ഞാൻ ആകെ വിഷമി തുടങ്ങി. വയറില് തള്ളക്കുള്ളി കേൾക്കുന്നുണ്ട്. വയ്യ. അപ്പം ഞങ്ങൾ ശോഭ സിറ്റിയുടെ മോളിൽ ചിക്കൻ കഴിക്കാൻ വേണ്ടി പോയി. അപ്പം ഞങ്ങൾ അങ്ങനെ ചിക്കനിൽ കയറി. ഞങ്ങളുടെ ചിക്കനൊക്കെ വന്നു, ഫ്രൈഡ് ചിക്കൻ വന്നു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി, ഓരോന്നോരോന്നെടുത്ത് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. പിന്നെ കുഞ്ഞാറ്റ് വന്നപ്പോൾ തന്നെ നോട്ടിട്ടതാണ് ഇങ്ങനൊരു കളിക്കാനുള്ളൊരു പ്ലേസ് ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ കുഞ്ഞാറ്റ് വന്നപ്പോൾ നോട്ടിട്ടതാണ്. അപ്പോൾ അവൾ ഇങ്ങനെ കഴിക്കും, അവിടെ പോയി കളിക്കും, അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ പോവാൻ വിളിച്ചപ്പോൾ അവൾ വന്നില്ല. അങ്ങനെ ഞാനും ശ്രീയും കൂടെ അവളെ പൊക്കി പിടിച്ചിട്ടാണ് പിന്നെ കൊണ്ടുവന്നത്. ആദ്യം ഞാൻ പോയി, പക്ഷെ അവൾ വന്നില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിടിച്ചു വലിച്ച് അവളെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഐഡിമെന്ന് പറഞ്ഞ രാമയുടെ നടിയാണ് ഹീറോയിൻ. ഇഷ്ടമാണ്. ഡാം കണ്ടിട്ടില്ലെങ്കിലും ഇഷ്ടമാണ്. പിന്നെ ശോഭ സിറ്റിയിൽ വന്ന് ഞാൻ മെയിനായിട്ട് കഴിക്കുന്നൊരു സാധനമാണ് ബട്ടർ മസാല കോൺ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചു. പിന്നെ കുഞ്ഞാറ്റിക്ക് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഐസ്ക്രീമും വാങ്ങിച്ചു. അപ്പോഴേക്കും ശ്രീകുട്ടിയുടെ പപ്പ വന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവരങ്ങനെ വീട്ടിൽ പോവും, കാറിൽ വീട്ടിൽ പോവും. ഞാനും കുഞ്ഞാറ്റിയും അമ്മയും കൂടെ ഞങ്ങൾ 3 പേര് വീട്ടിൽ പോവും. സോ ഗൈസ്, നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോ വരുന്നതായിരിക്കും.